വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് കേട്ടോ. രാവിലത്തെ ഉച്ചക്കത്തെയും കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഇതാ നന്ദുട്ടി എണീറ്റ് വന്നപ്പോൾ തന്നെ പാട്ടിന് പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ കണ്ണടയും കൊമ്പൊക്കെ. ഇത് വെക്കുക, എടുക്കുക, എടുത്ത് വെക്കുക, അതൊക്കെ തന്നെയാണ് എപ്പോഴും പണി കേട്ടോ. അപ്പോൾ കിടന്ന് എണീറ്റ് വന്നപ്പോൾ തന്നെ ഇതും കൊണ്ടാണ് വന്നത്. അപ്പോൾ അനൂട്ടി അതൊക്കെ നേരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ചായ കുടിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ചോറ് വറുത്തു കേട്ടോ. എന്നും ചോറ് തിളപ്പിച്ച് വിട്ടില്ലല്ലേ. അപ്പോൾ ഇന്ന് അതെടുത്തിട്ട് വറുത്തു. എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കലുണ്ടാവില്ലേ. പിന്നെ എന്നത്തെയും പോലെ ദോശയും മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് രാവിലെ ഏട്ടനും അച്ഛനും വെട്ടാൻ പോയപ്പോൾ കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഇന്ന് ചായ കുടിക്കുന്നതിന് മുന്നേ ഞാൻ തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്ന് മക്കൾക്ക് സ്കൂളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം വേഗം തുടയ്ക്കാൻ നിന്നതാണ്. അടിച്ചു വാരി തുട കഴിഞ്ഞാൽ തന്നെ പണിയെടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അതത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പറയുക, ആകെ ഒരു ഉന്മേഷക്കുറവാണ്. അത് കഴിഞ്ഞിട്ട് പണിയെടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തിരുമ്പാണ്ടായിരുന്നു. അതും കൂടിയും കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മക്കൾ ഇതാ പച്ചക്കറിയൊക്കെ ശരിയാക്കുകയാണ്. കടയ്ക്ക് കൊണ്ടുപോകാനുള്ളത് ഇന്ന് ബിരിയാണി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കുകയാണ്. ഇന്നിപ്പോൾ നന്ദുട്ടി വഴിക്ക് വന്നിട്ടില്ല കേട്ടോ. ഇന്ന് അമ്മേൻ്റെ ഒപ്പം കൂടിയിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഏട്ടനും ചേച്ചി ഉണ്ടായപ്പോൾ അടുക്കളയ്ക്ക് വരുന്നതന്നെയല്ല, ഞാൻ ഒറ്റയ്ക്കാവണം കേട്ടോ. ഞാനും അമ്മയും ഒറ്റയ്ക്ക് ആയാലാണ് ഞങ്ങൾ പിന്നാലെ ഇങ്ങനെ നടന്നെല്ലേതും ചെയ്തു തരും കേട്ടോ. ഇന്നിപ്പോൾ ഈ വഴിക്ക് വരുന്നതന്നെയല്ല, ഇവർ രണ്ടാളുമാണ് ഇതൊക്കെ ചെയ്തു തരുന്നത് കേട്ടോ. അവർക്കും നല്ല ഇൻട്രസ്റ്റ് ആണെന്ന് ചെയ്യാൻ. പ്രത്യേകിച്ച് ഒന്ന് ബിരിയാണി ഉണ്ടാക്കല്ലേ. അപ്പോൾ പിന്നെ മക്കൾക്ക് നല്ല സന്തോഷമാവുമല്ലോ, എന്ത് ജോലി ചെയ്തു തരും കേട്ടോ. അപ്പോൾ അനുട്ടിയും കണ്ണനും അതൊക്കെ ചെയ്യാണ്. ഞാനിവിടെ ബിരിയാണിക്കുള്ള മസാല ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ. പൊടിച്ചെടുക്കാനുള്ള അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ പാട്ടിന് പോയ അന്ന് പറഞ്ഞതാണ് കേട്ടോ ബിരിയാണി വെക്കാന്നുള്ളത്. അന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം എന്ന് മക്കൾക്ക് നല്ല കമ്പണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ സമ്മതിക്കായിട്ടായിരുന്നു കഴിക്കാതിരുന്നത്. നമുക്ക് വീട്ടിൽ വെച്ചാൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാറോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ. അമ്മയും അച്ഛനൊന്നും പോന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ പാട്ടിന്. ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ പോയത്. അപ്പോൾ വീട്ടിലിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് 2-3 നേരമൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്തൊരു സമയത്ത് വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ നന്ദുട്ടി പാട്ടിന് പോയപ്പോൾ കണ്ണട മാത്രമല്ലേ വാച്ച് വാങ്ങി തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് വാച്ച് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടിയിരുന്നില്ല, ഇപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഉള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചോറൊക്കെ വെന്തിട്ടുണ്ട്, അതൊന്ന് വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കടയ്ക്കുള്ള മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു മാങ്ങ ഇരിക്കേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ആ മാങ്ങയിൽ ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് തിരുമ്മിയിട്ട് കഴിക്കാൻ കേട്ടോ. നന്ദുട്ടിക്ക് നല്ല ഇഷ്ടമാണ്. വായന്ന് വെള്ളം വരുന്നുണ്ട് അമ്മ പറഞ്ഞിട്ട് നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ചെവി പൊത്തി നിൽക്കുന്നത് വേറൊന്നുമല്ല, ഇവിടെ മിക്സി ഓണാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അതിൻ്റെ ഒച്ച, കുക്കറിൻ്റെ ഒച്ച അതൊന്നും ഇഷ്ടമല്ല കേട്ടോ, ഒരു പേടിയാണ്. അപ്പോൾ ചെവി പൊത്തിയിട്ട് തന്നെ നിൽക്കുകയാണ്. നല്ല ഇഷ്ടമാണ് കേട്ടോ മാങ്ങ അങ്ങനെ ഉപ്പുരുമ്പി തിന്നണത്. അപ്പോൾ ആൾ മിക്സിൻ്റെ ഒച്ചയോണ്ട് പോയിട്ടോ. അപ്പോൾ ഇനി ഞാൻ ബിരിയാണി റെഡിയാക്കാൻ നോക്കുകയാണേ. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്ത് കോരി മാറ്റാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇനി മസാലയ്ക്കുള്ള ഉള്ളിയും കൂടി ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉള്ളിയൊക്കെ കോരി വെച്ചിട്ടോ. ഇനി മസാല തയ്യാറാക്കുകയാണ് ചിക്കൻ്റെ. അപ്പോൾ അതിലേക്ക് ഒരു 5-6 സവാളയും അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതേ ഓയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ആ ഓയിലിന് കുറച്ച് ഓയിൽ ഞാൻ മാറ്റി വെച്ചിരുന്നു. ബാക്കി ഓയിലിലേക്ക് ഇട്ടിട്ടാണ് സവാള വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകാൻ മാത്രം ഞാൻ വഴറ്റിയെടുക്കലില്ലേ. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയും ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയില്ലേ, പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ വേറൊരു ബിരിയാണീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വേറെ രീതിക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതൊക്കെ വഴന്ന് വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ചതച്ചത് ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബിരിയാണി മസാലപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിലിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്കൊരു 3-4 തക്കാളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നേരത്തെ തന്നെ ചിക്കനൊക്കെ കഴുകി വെള്ളം വരാനായിട്ട് മാറ്റി വെച്ചിരുന്നു കേട്ടോ.
അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള 3-4 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില പുതിനയിലയും കൂടി അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലകളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കാതെ ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ശരിയാവുന്ന ഇടയ്ക്ക് ഞാനിതാ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സലാഡ് നിർബന്ധമാണ്. ചമ്മന്തിയും കൂടി ഉണ്ടാക്കണം വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും സമയം കിട്ടൂല കേട്ടോ. അപ്പോൾ നാന്തൂട്ടി ഇതാക്കണേ പൊരിയൊക്കെ തിന്നിങ്ങനെ എന്താ പറയുക എഴുതി പഠിക്കുകയാണ് കേട്ടോ. ഇവിടെ ആളൊറ്റയ്ക്ക് ഓരോന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലൊന്ന് ഒപ്പിടുക അമ്മ എന്ന് പറഞ്ഞു. ഇവിടെ കണ്ണനും അനുമോളൊക്കെ ഇങ്ങനെ പരീക്ഷ പേപ്പറിൽ ഒപ്പിടിക്കലുണ്ടല്ലോ എന്ന പോലെ ഓന് ഒപ്പിടാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഒപ്പിട്ട് ഇഷ്ടമായിട്ടില്ല. ഒരു നോട്ടം കണ്ടില്ലേ അമ്മ വലുതാക്കി ഇട്ടു എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ചിക്കനൊക്കെ 10-15 മിനിറ്റിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിരുന്നു. അതിനുശേഷം ബിരിയാണിക്കുള്ള വെള്ളം വെച്ചിരുന്നു കേട്ടോ. അതിൽ ഉപ്പും നാരങ്ങയുടെ ജ്യൂസും കൂടി പിഴിഞ്ഞൊഴിച്ചിരുന്നു. പിന്നെ തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തു കേട്ടോ. അതൊരു 3/4 വേവ് വരെ വേവിച്ചെടുക്കും. ഇനിയിപ്പോൾ ഇതാക്കണ ദം ചെയ്യാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടിയും കട്ട് ചെയ്തതും പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള ബിരിയാണി മസാലയാണ്. അതിന് ടേസ്റ്റ് കൂടുതലാണല്ലോ. അപ്പം ഞാൻ ബിരിയാണിക്ക് എപ്പോഴും മസാല നമ്മൾ തന്നെ പൊടിച്ചെടുക്കലാണ് കേട്ടോ. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ദം ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അതേപോലെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലും പിന്നെ കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഒരു ചെമ്പിലേക്ക് ഞാൻ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വാഴയില വെച്ചിട്ട് ദം ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും അതിൽ. ചിലർ തുണി വെച്ചിട്ട് ചെയ്യും കേട്ടോ. അതിന് എനിക്ക് ഇഷ്ടമല്ല അത് അങ്ങനെ ചെയ്യണത് കേട്ടോ. എപ്പോഴും മേലെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഓരോ ലെയറും ഇതേപോലെ ഇങ്ങനെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ 2-3 ലെയറാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറൊരു 3/4 വേവേ വേവിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ദമ്മിലിരിക്കണമല്ലോ. അപ്പോൾ എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത്. കനലും കോരിയിടാം കേട്ടോ. ഇതിപ്പോൾ എളുപ്പപ്പണി ഓരോന്ന് ചെയ്യുകയാണെ കടയ്ക്കുള്ള കാര്യങ്ങളും നോക്കണ്ടേ. അപ്പോൾ അതിനിടയ്ക്ക് ഇതാകണേ ഏട്ടനൊക്കെ വിട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഇവിടെ വന്നപ്പോൾ ഏട്ടൻ്റെ കോഴി ഏട്ടൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നതായിരുന്നു കേട്ടോ. ഇത് അങ്കക്കോഴിയാണ് കേട്ടോ. ഇവിടെ മുട്ട വെച്ചിട്ട് വിരിഞ്ഞതാണ്. ഞാൻ അതിന് മുന്നേ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ആൾ ഇത്ര വലുതായിട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചൊക്കെ നോക്കും. വാലൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. നല്ല നീളം വെക്കും കേട്ടോ വാലൊക്കെ. അപ്പോൾ ഇതാ ഒരു 3/4 മണിക്കൂർ ഞാൻ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. ചെറിയ കണ്ണിലിട്ടിട്ട് വെച്ചിരുന്നു. കൂടുതൽ സമയം ദമ്മിലിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ ദമ്മ് പൊട്ടിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ കടയ്ക്ക് പോകാനൊക്കെ സമയം വൈകിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചോറൊക്കെ വിളമ്പുകയാണ്. ഇവിടെ നാന്തോട്ടേക്ക് ധൃതി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണിക്ക് ആണെങ്കിൽ അപ്പോൾ കുട്ടികൾക്ക് നല്ല ധൃതിയല്ലേ. അപ്പോൾ ഇലയിൽ കഴിക്കാം എല്ലാവർക്കും മേശയും ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നു കേട്ടോ. കുറേ കാലമായി ഇവിടെ ഇരുന്നിട്ട് കഴിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും കണ്ണനും അനുട്ടിയും കൂടിയാണ് വിളമ്പുള്ളത് കേട്ടോ. അപ്പം ഞാൻ കടയ്ക്ക് പോകാനുള്ളത് ഓരോന്ന് പേക്കാക്കുകയാണ്. ഏട്ടനും അച്ഛനും കൂടി വിട്ടോ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചതല്ലേ. അപ്പോൾ ഓരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിതൊക്കെ വിളമ്പി സെറ്റാക്കിയിട്ട് ഓരോ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇലയിൽ വിളമ്പാതിരുന്നത് അമ്മയ്ക്ക് പാത്രത്തിൽ മതി എന്ന് പറഞ്ഞിട്ടോ. അമ്മയ്ക്ക് ഇലയിൽ കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അതിൽ വിളമ്പാതിരുന്നത്. അപ്പോൾ ബിരിയാണിക്ക് സലാഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. കടയ്ക്കും കൂടിയും പോവാണ്ടായിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ചമ്മന്തിയും പപ്പടവും അച്ചാറൊക്കെ ഉണ്ടാവലുണ്ട്. ഇതെല്ലാം കൂടി എത്തിയില്ല കേട്ടോ. എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ധൃതി പിടിച്ചുണ്ടാക്കിയതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ ഒരു ചോറും കറിയും വെക്കുന്ന പോലെ അല്ലല്ലോ. ബിരിയാണിക്കൊക്കെ കുറച്ച് മെനക്കെട്ട് നിൽക്കുക വേണ്ടേ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒപ്പിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് നല്ല രസമല്ലേ. ഒരുപാട് നാളായി ഞങ്ങളിങ്ങനെ എല്ലാവരും ഒപ്പിരുന്നിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുതേ. താങ്ക് യു.